നമസ്കാരം. എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ ജനമൈത്രി വിങ്ങിന്റെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെയുള്ള പ്രചരണ പരിപാടികളുടെ ഭാഗമായി, ബോധവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് മറ്റൊരു ലഹരിയെ ഈ എടക്കരയുടെ മണ്ണിൽ അവർ പരിചയപ്പെടുത്തുകയാണ്. പരിചയപ്പെടുത്തുക എന്ന് പറയാൻ പറ്റില്ല, മറ്റൊരു ലഹരിയുടെ ലോകത്തേക്ക് പുതുതലമുറയെ അവർ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. എടക്കരയിൽ 2 ദിവസമായിട്ട് സജീവമായിട്ട് പൊടിപാറുന്ന പന്തുകളി മത്സരങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആവേശ ലഹരിയിലാണ് ഇവിടെ ഈ എടക്കരയുടെ മണ്ണില് യുവതകളൊക്കെയും തന്നെ. ഇത് വനിതകളുടെ ഫുട്ബോൾ ടൂർണമെന്റ് നടക്കുന്നുണ്ട്, യുവാക്കളുടേതുണ്ട്. സജീവമായിട്ട് എല്ലാ യുവാക്കളും തന്നെ ഇന്ന് ഈ എടക്കരയുടെ മണ്ണിൽ മറ്റൊരു ലഹരിയുടെ ആവേശത്തിലാണ്. നമുക്ക് അതിനെക്കുറിച്ച് ഇവരുടെ ഡിപ്പാർട്ട്മെന്റ് തലത്തിലുള്ളവരോട് തന്നെ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയാം. ഇവിടെ സാറ് സുരേഷ് ബാബു, എന്താണ് ഇങ്ങനെ ഒരു ഉദ്യമത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ടത്? അതിൻ്റെ ഒരു ചരിത്രം എങ്ങനെയാണ്? 2017 ഇടതുപക്ഷ സർക്കാരിന്റെ നയപ്രഖ്യാപന പ്രസംഗത്തിലാണ് കേരള സംസ്ഥാനത്തിൽ ഇടുക്കി ജില്ലയിലും മലപ്പുറം ജില്ലയിലും ജനമൈത്രി എക്സൈസ് എന്ന് പറയുന്ന ഒരു ആശയം, അത് പാലക്കാട് ജില്ലയിലും വയനാട് ജില്ലയിലും പ്രവർത്തിച്ചു വരുന്നുണ്ട്. അപ്പോൾ ആദിവാസി മേഖലയിലെ, ഗോത്ര മേഖലയിലെ സമഗ്രമായ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട്, അവരുടെ പുരോഗതിക്ക് വേണ്ടി, അവരെ കൂടെ നിർത്തുന്നതിന് വേണ്ടി സർക്കാർ പദ്ധതികളെല്ലാം അവർക്ക് കൃത്യമായി ലഭിക്കുന്നുണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് മറ്റൊരു ഏജൻസി കൂടി വേണം എന്നുള്ള സർക്കാരിൻ്റെ ഒരു ആഗ്രഹപ്രകാരമാണ് എക്സൈസിനെ കൂടി ചുമതലപ്പെടുത്തിയിട്ട് വന്നത്. ഇത് മലപ്പുറം, അതെ, ഇത് 2017 ആഗസ്റ്റ് മാസത്തിലാണ് ഗവൺമെന്റ് ഉത്തരവ് പുറപ്പെടുവിച്ച് സെപ്റ്റംബർ മാസത്തിൽ ഇവിടെ മലപ്പുറം ജില്ലയിലെ എടക്കരയിലാണ് പ്രവർത്തനം തുടങ്ങിയിട്ടുള്ളത്. ഇപ്പോ ഈ ഒരു ടൂർണമെന്റ് ഏത് വർഷം മുതലാണ് ആരംഭിച്ചത്? 2017 ഞങ്ങൾ ആരംഭിച്ച് ഞങ്ങൾ ഈ ഗോത്ര മേഖലയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ, അവരുടെ ഊരുകളിലേക്ക്, അവരുടെ നാടുകളിലേക്ക്, അവരുടെ വീടുകളിലേക്കൊക്കെ കയറി ചെല്ലുമ്പോൾ നമുക്ക് മുഖം തിരിച്ചു നിൽക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തരം ആളുകളെ അവരുടെ നിലവിലുള്ള പരിസ്ഥിതി മനസ്സിലാക്കിക്കൊണ്ട് എങ്ങനെ നമുക്ക് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാം എന്നതിൻ്റെ മുൻനിർത്തിക്കൊണ്ടാണ് ഞങ്ങൾ പുതിയ പുതിയ ആശയങ്ങൾ രൂപീകരിച്ച്, അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ 42ഓളം യുവജന ക്ലബ്ബുകൾ നമ്മൾ രൂപീകരിച്ചു. നമ്മൾ പലവിധ മാർഗങ്ങളിലൂടെ ഈ ക്ലബ്ബുകൾക്ക് നമ്മൾ സ്പോർട്സ് കിറ്റുകൾ നമ്മൾ ലഭ്യമാക്കി നൽകി. അതിനുശേഷം നമ്മൾ ജനമൈത്രി എക്സൈസിൻ്റെ സ്വന്തം ഒരു റിസ്ക് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ആദിവാസി നഗറുകളിൽ, ഗോത്രമേഖലയിലെ നഗറുകളിൽ 16ഓളം പഠന വീടുകൾ സ്ഥാപിച്ചു. ഈ ക്ലബ്ബുകൾ ഗോത്രമേഖലയിൽ മാത്രമായിട്ടാണ്? അതെ. ഇതിന്റെ ഭാഗമായിട്ട് ബ്ലോക്ക് പഞ്ചായത്ത് അത് അംഗീകരിക്കുകയും ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭാഗമായിട്ട് 11 പഠന വീടുകൾ, സാമൂഹിക പഠനമുറികൾ കൂടി. അപ്പോൾ നിലവില് ഈ പറയുന്ന നഗരങ്ങളിലൊക്കെ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛനും ബാക്കിയുള്ള മുതിർന്ന ആളുകളൊക്കെ മദ്യപിച്ച് വരുന്നൊരു ശീലം കൂടുതലായി വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ പഠന വീടുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു നഗറിലെ ഏതെങ്കിലും ഒരു വീടിനെ, ഒരു സ്ഥലം കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെ ആവശ്യമായ പഠനത്തിന് ആവശ്യമായ മേശ, ഡെസ്ക്, ഫാന്, ലൈബ്രറി, അത് സൂക്ഷിക്കാനുള്ള ഷെൽഫ്, ഇതൊക്കെ ഞങ്ങൾ വിതരണം ചെയ്തു. സ്പോർട്സ് കിറ്റുകൾ വിതരണം ചെയ്തു. അപ്പോൾ ആ സമയത്ത് നമുക്ക് തോന്നിയ ഒരു ആശയം കൂടിയാണ്, നമ്മൾ ഈ കാടിൻ്റെ ഉള്ളുകളിലേക്ക് ചെല്ലുമ്പോഴാണ് നമ്മൾ കുട്ടികളിങ്ങനെ ചെറിയൊരു സ്ഥലമാണെങ്കിലും അവിടെ ഈ തുണി, പ്ലാസ്റ്റിക്, അതെ കടലാസൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള കെട്ടുപന്ത് ഉപയോഗിച്ചുകൊണ്ടും കളിക്കുന്നത് കണ്ടത്. അങ്ങനെ ആ ശ്രദ്ധയിൽപ്പെട്ടതിന്റെ ഭാഗമാണ് 2018 നമ്മളെ മൂത്തേടം ഗ്രാമപഞ്ചായത്തിലെ ഉച്ചക്കുളം എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ ആദ്യമായിട്ട് കാടകം പന്തുകളി എന്നുള്ളത് പേരിട്ടുകൊണ്ട് നമ്മൾ ആശയം സാക്ഷാത്കരിക്കുന്നത്. ഉച്ചക്കുളത്താണ് ഈ കാടകം തുടങ്ങുന്നത്. അന്ന് ഞങ്ങൾ ഈ കാടകം കളിക്കുമ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ സ്പെഷ്യൽ കമാൻഡോസിന്റെ സംരക്ഷണത്തോട് കൂടിയിട്ടാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ ആന്റി സോഷ്യൽ ആയിട്ടുള്ള ആളുകൾ ഈ നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് അവരിൽ നിന്നിട്ട് തടസ്സം വരാൻ സാധ്യത ഉണ്ടോ എന്നുള്ള കണ്ടുകൊണ്ട് നമ്മൾ പോലീസിന്റെ കൂടി സഹായം ഉറപ്പാക്കിക്കൊണ്ടാണ് ഈ കളി തുടങ്ങുന്നത്. അന്ന് നമ്മൾ ഇങ്ങനെ എല്ലാ ഊരുകളിലും ചെന്ന് ഈ പന്ത് കളിക്ക് വേണ്ട ടീമുകളെ ക്ഷണിച്ചപ്പോൾ 18 ടീമുകളാണ് ഉണ്ടായിരുന്നത്. അതിൽ 2 ടീമുകൾ ചില കാരണങ്ങൾ കൊണ്ട് ഒഴിവായി. പക്ഷെ 16 ടീമുകളും അന്ന് കളിക്ക് വേണ്ടി തയ്യാറായി. ഉച്ചക്കുളം കുഞ്ഞു ഗ്രൗണ്ടിൽ വെച്ചിട്ടായിരിക്കും. പക്ഷെ നല്ല ഭംഗിയുള്ള, അത്യാവശ്യം വിശാലമായ ഒരു ഇതാണ്. പക്ഷെ നല്ല വെയിലും കാര്യങ്ങളായിരുന്നു, ചുറ്റുഭാഗം വനപ്രദേശമായിക്കൊണ്ട്. എന്നാലും ഞങ്ങൾക്ക് അത് അവിടെ വിജയിപ്പിക്കാൻ ശ്രമിച്ചു. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ എടക്കര ഗ്രാമപഞ്ചായത്തിലെ എടക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മൈതാനത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇവിടെ പറയുമ്പോൾ നമ്മൾ ഇതിനൊരു പുതിയ ടീം തന്നെ കൊടുത്തു, യുവതയുടെ പുതിയ ദിശാതാളം. ഇപ്പൊ എത്ര ടീമുകൾ ഈ ഒരു ടൂർണമെന്റ്? അതിജീവനത്തിന്റെ പുതിയ ലഹരി എന്ന് പറയുന്ന ഈ ഒരു മേഖലയിൽ
50 ടീമുകളാണ് ഈ വർഷം നമുക്ക് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതെല്ലാം ഗോത്രമേഖലയിൽ. അതെ, മുഴുവനും ഗോത്രമേഖലയിലെ ആളുകൾ മാത്രമാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ ജനകീയമായിട്ടുള്ള ഒരു സ്വാഗത സംഘം ഒക്കെ വിളിച്ചു ചേർത്തുകൊണ്ട് ഇതിന്റെ നടത്തിപ്പിന് വേണ്ടിയിട്ട് ചുമതലപ്പെട്ടുകൊണ്ടുള്ള ഒരു കമ്മിറ്റി തന്നെ രൂപീകരിക്കപ്പെട്ടുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ ഇത് നടത്തിയത്. നിലവിൽ ഇതിന്റെ ഫണ്ടൊക്കെ എങ്ങനെയാണ് നമുക്ക് സർക്കാർ മേഖലയിൽ നിന്ന് ഇതിലേക്ക് കൂടുതൽ സഹായം വേണ്ടതുണ്ട് എന്നുള്ളതാണ്. സർക്കാർ ഇതിനെ കാണുമെന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കൂടുതലായിട്ട് ഇത്തരം സംഗതികളിലേക്ക് ഫണ്ട് അനുവദിച്ചു തരികയാണെങ്കിൽ ഇതിനെ മികച്ച ഫോമിലേക്ക്. ഇപ്പൊ കേരള സംസ്ഥാനത്ത് തന്നെ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു കളി നടക്കുന്നുണ്ട്. ഗോത്രമേഖലയിൽ ഇത്രയും ടീമുകളെ വെച്ചൊരു കളി നടക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുമാത്രമല്ല, ഇന്നലെ ഞങ്ങൾ ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം എടക്കരങ്ങാടിയിൽ കാടകത്തിന്റെ വിളംബര റാലിയോട് കൂടിയാണ് നടത്തി. ഉദ്ഘാടനം ചെയ്തത് നമ്മളെ കേരള സ്പോർട്സ് കൗൺസിലിന്റെ ബഹുമാന്യനായ പ്രസിഡന്റ് ശ്രീ ഷറഫ് അലി സാറാണ്. അപ്പോൾ അതിൽ വിവിധ നാടൻ കലാരൂപങ്ങൾ, എടക്കര സോക്കർ അക്കാഡമിയിലെ കുഞ്ഞുകുട്ടികൾ ബോൾ ഏന്തിക്കൊണ്ട്, ബാൻഡ് സംഘം, അതേപോലെ തന്നെ ഇവരുടെ നാടനായിട്ടുള്ള തുടികൾ, കാര്യങ്ങൾ, തെയ്യം, തിറ, അപ്പോൾ നമ്മുടെ സ്റ്റേജിൽ ഇരുള നൃത്തം, പണിയ നൃത്തം, അത്തരം കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഇതിനൊരു ആഘോഷമാക്കിയിട്ട് പൊതുജന പങ്കാളിത്തത്തോടുള്ള കൊണ്ടുനടക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു വലിയ കാര്യമാണ്. തീർച്ചയായിട്ടും ഇതിലിപ്പോ നിങ്ങൾ സ്പോൺസർഷിപ്പിലൂടെയാണ് ഇപ്പോ ഈ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നത്. കൂടുതലായിട്ട് നമുക്ക് മുഴുവനായിട്ടുള്ള ഒരു സഹായം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. തീർച്ചയായിട്ടും സർക്കാരിന്റെ ഭാഗത്തു നിന്നും കൂടി കൂടുതൽ ഇതിനുള്ള സഹായ സഹകരണങ്ങൾ കൂടി ഉണ്ടാവുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഒന്നുകൂടെ കാര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തും. ഒന്നുകൂടി ഒരു സംഗതി കൂടി പറയാനുള്ളത്, അപ്പൊ നമ്മുടെ ഓഫീസിൽ ഈ 2018 നമ്മുടെ ഈ കുട്ടികളുടെ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ PSC പരിശീലനം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എക്സൈസിലെ ജീവനക്കാർ തന്നെയാണ് ക്ലാസ് എടുത്തത്. അതിനുശേഷം ഞങ്ങൾ പ്രപ്പോസൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ കൊടുത്തപ്പോൾ അവരൊരു സ്കീം പാസ്സാക്കി തന്നു. അതിന്റെ ഭാഗമായിട്ട് പുറമെയുള്ള ഫാക്കൽറ്റിയിൽ നിന്ന് അടക്കമുള്ള ആളുകളെ വെച്ചിട്ട് നമുക്ക് റെഗുലർ ക്ലാസ്സിൽ PSCന്റെ പരിശീലനം നടത്താൻ പറ്റി. അങ്ങനെ വിമുക്തി മിഷന്റെ ഭാഗമായിട്ടും ഫണ്ടുകൾ അനുവദിച്ചതിന്റെ ഭാഗമായിട്ട് അങ്ങനെ നമുക്ക് നടത്താൻ പറ്റി. ഇപ്പോൾ ഞങ്ങൾക്ക് അഭിമാനത്തോടു കൂടി പറയാൻ പറ്റും 18 പേരോളം സർക്കാരിന്റെ സർവീസിലേക്ക് ജനമൈത്രി എക്സൈസിലൂടെ കൈപിടിച്ച് കയറ്റാൻ ഞങ്ങൾക്ക് സാധിച്ചു. തീർച്ചയായിട്ടും ഇപ്പോഴും നമ്മുടെ ഓഫീസിൽ PSCയുടെ പരിശീലനം നടന്നു വരുന്നുണ്ട്. കൂടുതലായിട്ടുള്ള സഹായം അതിലേക്കും വേണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് സർക്കാരിനോട് ഉണർത്തിക്കുന്നത്. എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു വിമുക്തി എന്നുള്ള ഒരു പദ്ധതി, ഇപ്പോ ലഹരിക്കെതിരെയുള്ള വിമുക്തി എന്നുള്ള പദ്ധതിയുടെ എനിക്ക് തോന്നുന്നു വളരെ വിപുലമായിട്ടുള്ള ഒരു പ്രയോഗം ആണ് ഇത്തരത്തിലുള്ള ടൂർണമെന്റിലൂടെയൊക്കെ സാധിക്കുന്നത് എന്ന് തന്നെയാണ്. അതിൽ സർക്കാരിന്റെ കൂടുതൽ സഹായ സഹകരണങ്ങളും ഫണ്ടിങ്ങും ഒക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ പറയുന്നത് തീർച്ചയായിട്ടും വിപുലമായ രീതിയിൽ തന്നെ ഇത്തരം പദ്ധതികൾ നടപ്പാക്കാൻ സാധിക്കും. പക്ഷെ ഇതിനെ മാതൃകയാക്കിക്കൊണ്ട് സ്റ്റേറ്റിലെ തന്നെ മറ്റു ഭാഗങ്ങളിലും കൂടെ ഇതിനെ മാതൃകയാക്കിയിട്ട് ഈ പദ്ധതികൾ നടപ്പാക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്നത് ഈ പുതിയ തലമുറ ഈ ഒരു നമ്മുടെ ലഹരിക്കെതിരെ ഉള്ള ഒരു പുതുലഹരി എന്ന് വേണമെങ്കിൽ പറയാം, ഗ്രൗണ്ടിലെ ലഹരിയിലേക്ക് തലമുറയെ പ്രത്യേകിച്ചും ഗോത്രമേഖലയിൽ നിന്നുള്ള തലമുറയെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു മികച്ച ഒരു ഇനിഷ്യേറ്റീവാണ്. കളിക്കളത്തിൽ കൈക്കരുത്തും കാൽക്കരുത്തും കൊണ്ട് എതിരാളികളുടെ ഇതുവാളികൾ പല നയിച്ച പൂർവികന്റെ പ്രാണം കഴിഞ്ഞ പോർക്കളത്തിനൊന്നും സംഭ്രാക്കന്മാരെ തിരഞ്ഞെടുത്തി തലതെളിച്ചു വരുന്നവന്റെ പലപ്പാവിലും മേലം കിട്ടിയിട്ട് സഖിയായ മുംതാസിനെ വെണ്ണക്കൽ കൊട്ടാരം പണിത പ്രണയത്തിനെ വശ്യമാക്കിയ ഷാജഹാനെ പോലെ, പ്രണയത്താൽ മൂടിയ ചന്ദ്രയെ സ്നേഹിച്ച രമണനെ പോലെ, ഓർമ്മകളും വേദനകളും വിരഹങ്ങളും കെട്ടുപിണങ്ങിയ പേർഷ്യൻ മണ്ണിലെ ലൈല മജുവിനെ പോലെ, കാഞ്ചനമാലയെ സ്നേഹിച്ച മൊയ്തീനെ പോലെ, കാൽപന്ത് കളിയെ ഹൃദയത്തിൽ ഇട്ടു താരാട്ടുപാടിയ 48 ടീമുകൾ കാട്ടകത്തിൽ അണിനിരക്കുന്നു. ലഹരിക്കെതിരെ കേരള എക്സൈസ് സധൈര്യം മുന്നോട്ട്.